നമസ്കാരം. NCTV വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ റിയ മേരി. ആദ്യം പ്രധാന വാർത്തകൾ. പ്രചാരണ ചൂടിൽ പുതുക്കാട് മണ്ഡലം. ആവേശമായ സ്ഥാനാർത്ഥികളുടെ കൺവെൻഷനുകളും പദയാത്രകളും. മാർച്ച് 26 വരെ വിവിധ ജില്ലകളിൽ ഉയർന്ന താപനിലയ്ക്ക് സാധ്യത. ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ച് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ആളൂർ കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ ആഭിമുഖ്യത്തിൽ ലോക ക്ഷയരോഗ ദിനം ആചരിച്ചു. കൊടകര പുത്തൂക്കാവ് ദേവി ക്ഷേത്രത്തിലെ മേലേക്കാവിലുള്ള ശ്രീമൂലസ്ഥാന പുനഃപ്രതിഷ്ഠാ ചടങ്ങുകൾ മാർച്ച് 26, 27 തീയതികളിലായി നടക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. വിശദമായ വാർത്തകളിലേക്ക്. ആദ്യം തെരഞ്ഞെടുപ്പ് വാർത്തകളുമായി ജനഹിതം 2026. നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട എല്ലാ പ്രവർത്തനങ്ങളിലും ഹരിതചട്ടം പൂർണ്ണമായും പാലിക്കേണ്ടതാണെന്ന് ജില്ലാ കളക്ടർ ശിഖ സുരേന്ദ്രൻ അറിയിച്ചു. സ്ഥാനാർത്ഥികളും രാഷ്ട്രീയ പാർട്ടികളും പ്രചാരണത്തിന് ഉപയോഗിക്കുന്ന പരസ്യങ്ങൾ, ബോർഡുകൾ, ബാനറുകൾ എന്നിവയിൽ പുനഃചംക്രമണം ചെയ്യാനാവാത്ത സാമഗ്രികൾ പൂർണ്ണമായും ഒഴിവാക്കണം. പൂർണ്ണമായും കോട്ടൺ കൊണ്ടോ മലിനീകരണ നിയന്ത്രണ ബോർഡ് സർട്ടിഫൈ ചെയ്ത പോളി എത്തിലീൻ പോലുള്ള പരിസ്ഥിതി സൌഹൃദവും പുനരുപയോഗിക്കാവുന്നതുമായ വസ്തുക്കൾ കൊണ്ടോ ഉപയോഗിച്ചവയെ പ്രചാരണത്തിന് ഉപയോഗിക്കാവൂ. കൊടിതോരണങ്ങൾ, ലഘുലേഖകൾ എന്നിവയും പ്ലാസ്റ്റിക്, PVC വിമുക്തമായിരിക്കണം തുടങ്ങിയ നിർദ്ദേശങ്ങളാണ് കളക്ടർ നൽകിയത്. നിയമസഭാ തെരഞ്ഞെടുപ്പ് 2026 നമ്മുടെ ഈ ജനാധിപത്യ ഉത്സവം പരിസ്ഥിതിക്ക് ദോഷകരമല്ലാത്ത രീതിയിൽ നമുക്ക് ആഘോഷിക്കേണ്ടതുണ്ട്. മാലിന്യമുക്ത തെരഞ്ഞെടുപ്പിനായി നമുക്ക് ഉറപ്പാക്കേണ്ട ചില കാര്യങ്ങൾ ഞാൻ പറയുകയാണ്. പ്ലാസ്റ്റിക്, PVC, പോളിസ്റ്റർ, നൈലോൺ, കൊറിയൻ ക്ലോത്ത് എന്നിവയുടെ ഉപയോഗം നമുക്ക് പ്രചാരണ വേളയിൽ പൂർണ്ണമായും ഒഴിവാക്കേണ്ടതാണ്. 100% കോട്ടൺ തുണി അല്ലെങ്കിൽ മലിനീകരണ നിയന്ത്രണ ബോർഡ് അംഗീകരിച്ച റീസൈക്കിൾ ചെയ്യാവുന്ന പോളി എത്തിലീൻ ഉപയോഗിക്കാവുന്നതാണ്. ഗ്രീൻ പ്രോട്ടോകോൾ പ്രകാരം ചെയ്തിട്ടുള്ള എല്ലാ പോസ്റ്ററുകളിലും റീസൈക്കിൾ ലോഗോ നിർബന്ധമായും പതിപ്പിച്ചിരിക്കണം. പ്ലാസ്റ്റിക് ഉപയോഗിച്ചിട്ടുള്ള കൊടിതോരണങ്ങൾ, അലങ്കാരങ്ങൾ എന്നിവ പൂർണ്ണമായും ഒഴിവാക്കണം. പേപ്പർ അല്ലെങ്കിൽ തുണി ഉപയോഗിച്ചുകൊണ്ടുള്ള കൊടിതോരണങ്ങളാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. ഡിസ്പോസിബിൾ സാമഗ്രികളിൽ നിന്നും നമ്മളുടെ യോഗങ്ങളും റാലികളും മുക്തമായിരിക്കണം. കൺവെൻഷനിലും റോഡ് ഷോകളിലും പ്ലാസ്റ്റിക് കുപ്പികൾ, പ്ലാസ്റ്റിക് പ്ലേറ്റുകൾ, പ്ലാസ്റ്റിക് കപ്പുകൾ എന്നിവ ഒഴിവാക്കുക. പ്രഭാത സവാരിക്കൊപ്പം വോട്ടഭ്യർത്ഥനയുമായി പുതുക്കാട് LDF സ്ഥാനാർത്ഥി KK രാമചന്ദ്രൻ. വേറിട്ട പ്രചാരണം വോട്ടർമാരും ആസ്വദിക്കുന്നുണ്ട്. അളഗപ്പ നഗർ പഞ്ചായത്തിലെ ആമ്പല്ലൂർ മുതൽ മണ്ണമ്പേട്ട വരെ നടന്ന പര്യടനത്തിൽ നിരവധി നാട്ടുകാരും സ്ഥാനാർത്ഥിക്കൊപ്പം ചേർന്നു. തിരക്കിട്ട തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടയിലും വോട്ടർമാരെ നേരിൽ കാണാൻ പുത്തൻ വഴികൾ തേടുകയാണ് പുതുക്കാട് മണ്ഡലത്തിലെ LDF സ്ഥാനാർത്ഥി KK രാമചന്ദ്രൻ. അളഗപ്പ നഗർ പഞ്ചായത്തിലായിരുന്നു സ്ഥാനാർത്ഥിയുടെ വേറിട്ട പ്രഭാത സവാരി. ആമ്പല്ലൂരിൽ നിന്നാരംഭിച്ച് മണ്ണമ്പേട്ട വരെ നീണ്ട നടത്തത്തിൽ വഴിനീളെ വോട്ടർമാരെ നേരിൽ കണ്ട് വോട്ടഭ്യർത്ഥിച്ചു. യാത്രക്കാരോടും പ്രഭാത സവാരിക്കിറങ്ങിയ നാട്ടുകാരോടും കുശലാന്വേഷണം നടത്തിയും വികസന കാര്യങ്ങൾ ചർച്ച ചെയ്തുമായിരുന്നു പര്യടനം. പ്രചാരണ പരിപാടിയിൽ LDF നേതാക്കളായ VS പ്രിൻസ, സോജൻ ജോസഫ്, പഞ്ചായത്ത് അംഗങ്ങളായ സജ്ന ഷിബു, സാഹിത്യ ജിതേഷ്, K വിജീഷ് കുമാർ എന്നിവരും സ്ഥാനാർത്ഥിയെ അനുഗമിച്ചു. മണ്ഡലത്തിലെ വികസന നേട്ടങ്ങൾ ഉയർത്തിക്കാട്ടി വരും ദിവസങ്ങളിലും സജീവമായ പ്രചാരണ പരിപാടികളാണ് ഇടതുമുന്നണി ലക്ഷ്യമിടുന്നത്. സ്ഥാനാർത്ഥിയോടൊപ്പം അത് നാണം കെട്ട രാഷ്ട്രീയക്കാരന്റെ ആ ജൽപ്പനം ഞങ്ങൾ വിലവെക്കാറില്ല. കാരണം മഞ്ചേശ്വരത്ത് ഏറ്റവും ദുർബലനായ സ്ഥാനാർത്ഥിയെ നിർത്തി കോൺഗ്രസുമായി ഡീല് ഉറപ്പിക്കുന്ന ഏർപ്പാടാണ് CPM നടത്തുന്നത്. കേരളത്തിൽ എല്ലാ സ്ഥലത്തും ഡീല് പറഞ്ഞു നടക്കുന്ന രണ്ട് മുന്നണിക്കും ബദലായി ഭാരതീയ ജനതാ പാർട്ടിയെ തെരഞ്ഞെടുക്കുന്ന ആ ചിത്രമാണ് നിങ്ങൾ മെയ് മാസം 4-ാം തീയതി കാണാൻ പോകുന്നത്. LDF, UDF മുന്നണികൾ BJPക്കെതിരെ നടത്തുന്ന ഡീൽ, അപവാദ പ്രചാരണം, നാണംകെട്ട രാഷ്ട്രീയക്കാരന്റെ ജൽപ്പനങ്ങളാണെന്ന് BJP പുതുക്കാട് മണ്ഡലം സ്ഥാനാർത്ഥി നാഗേഷ്. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടെ NCTVയോട് പ്രതികരിക്കുകയായിരുന്നു നാഗേഷ്.
സംസ്ഥാനത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഇനി 15 ദിവസങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത്. വോട്ടർമാരെ നേരിൽ കണ്ട് വോട്ട് അഭ്യർത്ഥിക്കാനുള്ള വേഗപ്പാച്ചിലാണ് എല്ലാ സ്ഥാനാർത്ഥികളും. ഇപ്പോൾ പുതുക്കാട് നിയോജക മണ്ഡലം BJP NDA സ്ഥാനാർത്ഥിയായിട്ടുള്ള A. നാഗേഷാണ് നമ്മോടൊപ്പം ഉള്ളത്. ഇന്ന് രാവിലെ മുതൽ തന്നെ അമ്പല്ലൂരിൽ നിന്നാണ് നാഗേഷേട്ടൻ്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിരിക്കുന്നത്. നാഗേഷേട്ട, ഒരുപാട് പ്രവർത്തകരുണ്ടല്ലോ, വലിയ ആവേശത്തിലാണ് പ്രവർത്തകർ. യാതൊരു സംശയം വേണ്ട, പ്രവർത്തകരുടെ ഈ ആവേശം നേരത്തെ പറഞ്ഞ പുതുക്കാടിൻ്റെ മണ്ണിൽ ഇത്തവണ താമര വിരിയുമെന്നുള്ള ആത്മവിശ്വാസം പ്രവർത്തകർക്കും നാട്ടുകാർക്കുമുണ്ട്. കാരണം ഈ നാട്ടിൽ പ്രവർത്തിച്ച കഴിഞ്ഞ 10-40 വർഷക്കാലമായി ഈ നാട്ടുകാരറിയുന്ന, നാട്ടിലെ പ്രശ്നങ്ങൾ അറിയുന്ന 100% എന്നെ തെരഞ്ഞെടുക്കും. ഇത്തവണ ഭാരതീയ ജനതാ പാർട്ടി മിന്നും വിജയം പുതുക്കാട് മണ്ഡലത്തിൽ കരസ്ഥമാക്കുമെന്ന കാര്യത്തിൽ ഞങ്ങൾക്ക് പ്രവർത്തകർക്ക് ആത്മവിശ്വാസമുണ്ട്. അതിൻ്റെ ആവേശമാണ് എല്ലാ പ്രവർത്തകരിലും കാണുന്നത്. കഴിഞ്ഞ 2 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തുടർച്ചയായി പുതുക്കാട് മണ്ഡലത്തെ പ്രതിനിധീകരിച്ച ആളാണ് നാഗേഷേട്ടൻ. കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പുകളിലും നമുക്കറിയാം സ്ഥിരമായ ഒരു വോട്ട് വിഹിതം പുതുക്കാട് നിലനിർത്താൻ സാധിച്ചിട്ടുണ്ട്. ഇത്തവണ തദ്ദേശ തെരഞ്ഞെടുപ്പിലടക്കം വലിയ മുന്നേറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സുരേഷ് ഗോപിയുടെ വിജയമുണ്ട്. ഇതെല്ലാം വെച്ച് നോക്കുമ്പോൾ എത്രത്തോളം മാറ്റം പുതുക്കാട് ഉണ്ടാകുന്നു? 6000 വോട്ടിൽ നിന്ന് ആരംഭിച്ചതാണ് പുതുക്കാടിൻ്റെ യാത്ര. അത് 36,000-ലേക്ക് എത്തി നിന്ന് തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പിൽ 40,000-അടുത്ത് വോട്ടുകൾ ഭാരതീയ ജനതാ പാർട്ടി കരസ്ഥമാക്കിയിട്ടുണ്ട്. ഞങ്ങളെ സംബന്ധിച്ച് ഏറെ അഭിമാനം. കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ സുരേഷ് ഗോപി ജയിച്ചപ്പോൾ 62,000 താമര അടയാളത്തിൽ വോട്ട് വാങ്ങിയിട്ടുള്ള മണ്ഡലമാണ് പുതുക്കാട്. ഏറ്റവും കൂടുതൽ തൃശ്ശൂർ ജില്ലയിൽ വോട്ട് വാങ്ങിയ മണ്ഡലമാണ്. അതുകൊണ്ട് 100% ഞങ്ങൾ വിജയിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. കേന്ദ്ര സർക്കാരിൻ്റെ വികസനക്ഷേമ പദ്ധതികൾ അത് പുതുക്കാട് നിയോജക മണ്ഡലത്തിൽ ഇവിടുത്തെ സംസ്ഥാന സർക്കാരും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും എത്രത്തോളം നടപ്പിലാക്കിയിട്ടുണ്ട്? ഏതെങ്കിലും തരത്തിലുള്ള വിവേചനം കാണിച്ചിട്ടുണ്ടോ? കേന്ദ്ര സർക്കാരിൻ്റെ പദ്ധതികൾ നടപ്പാക്കുന്നതിൽ MLAയും ഇവിടുത്തെ ഭരണകക്ഷിയും പരാജയപ്പെട്ടു. ജൽജീവൻ മിഷൻ പദ്ധതി അടക്കം, ചിമ്മിനി ഇക്കോ ടൂറിസം പദ്ധതി അടക്കം എല്ലാ മേഖലയിലും ഈ സർക്കാർ MLA പരാജയപ്പെട്ടു. അത് ജനമധ്യത്തിൽ തുറന്നു കാട്ടിക്കൊണ്ട് രവീന്ദ്രൻ മാഷ്ട കാലഘട്ടത്തിൽ തുടങ്ങിയിട്ടുള്ള ആറ്റപ്പള്ളി റെഗുലേറ്റർ കം ബ്രിഡ്ജ് ഇന്ന് അവിടെ അപകടാവസ്ഥയിലാണ് എന്ന ബോർഡ് വയ്ക്കേണ്ട ഗതികേടിലെത്തിയിട്ട്, അതുകൊണ്ട് ഇവിടുത്തെ എല്ലാ വീഴ്ചയും ജനമധ്യത്തിൽ തുറന്നു കാണിക്കാനും 2 നദികളുള്ള ഈ പുതുക്കാട് മണ്ഡലത്തിൽ, കുറുമാലിപ്പുഴയും മണലിപ്പുഴയുമുള്ള ഈ പുതുക്കാട് മണ്ഡലത്തിൽ കുടിവെള്ളം എത്തിക്കാനുള്ള പദ്ധതി പോലും നടപ്പാക്കാൻ കഴിഞ്ഞിട്ടില്ല. കാർഷിക മേഖലയായിട്ടുള്ള ഈ പുതുക്കാട് കൃഷിക്ക് ഉപയോഗപ്രദമായിട്ടുള്ള ജലസേചന പദ്ധതികൾ 2 പുഴയുണ്ടായിട്ടും എന്തെങ്കിലും ഒരു ചെറുവിരലനക്കാൻ MLAക്ക് സാധിച്ചിട്ടില്ല. പരമ്പരാഗത വ്യവസായ മേഖല, ഓട് വ്യവസായ മേഖല തകർന്ന് തരിപ്പണമായി. ഈ വക കാര്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ്, കൃത്യമായ കാഴ്ചപ്പാടോടുകൂടി വികസന പദ്ധതികൾ ജനങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിച്ചുകൊണ്ടാണ് ഞങ്ങൾ വോട്ട് അഭ്യർത്ഥിക്കുന്നത്. ഇത്തവണത്തെ വോട്ട് വികസനത്തിനാണ്. കക്ഷി രാഷ്ട്രീയത്തിനും ജാതിമത ചിന്തകൾക്കും അപ്പുറത്തേക്ക് മോദി സർക്കാരിന്റെ വികസന നേട്ടങ്ങൾ പുതുക്കാടിന്റെ മണ്ണിൽ നടപ്പാക്കുമെന്നുള്ള വിശ്വാസമാണ് ജനങ്ങൾക്ക് ഞങ്ങൾ നൽകുന്നത്. പ്രചരണ തന്ത്രങ്ങൾ എത്ര മാറിയിട്ടുണ്ടെങ്കിലും ജനങ്ങളെ നേരിട്ട് കണ്ട് വോട്ട് ചോദിക്കുന്നത് തന്നെയാണ് ഏറ്റവും വലിയ പ്രചരണം എന്ന് പറയുന്നത്. ജനങ്ങളുടെ അടുത്തേക്ക് ചെല്ലുമ്പോൾ അവരുടെ ഒരു പ്രതികരണം എങ്ങനെയാണ്? ഏറ്റവും നല്ല പ്രതികരണമാണ്. നിങ്ങൾ രാവിലെ മുതൽ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. ഇവിടെ ഒരു പരിചയപ്പെടുത്തലിൻ്റെ ആവശ്യമില്ല. അല്പം വൈകിട്ടാണ് ഞങ്ങൾ രംഗത്തിറങ്ങിയതെങ്കിലും എന്തായാലും ഇന്ന് 2 മുന്നണികൾക്ക് അപ്പുറത്തേക്ക് ഞങ്ങളുടെ പ്രവർത്തകന്മാർ ഇന്ന് ഞങ്ങളുടെ പ്രചരണം എത്തിച്ചിട്ടുണ്ട്. അത് കാരണം യാതൊരു തരത്തിലുള്ള ജനങ്ങളെ സംബന്ധിച്ച് 100% ഈ സഖ്യത്തെ സ്വീകരിക്കാൻ, ദേശീയ ജനാധിപത്യ സഖ്യത്തെ സ്വീകരിക്കാൻ അവർ തയ്യാറെടുത്തു കഴിഞ്ഞു. ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ സംസ്ഥാനത്ത് തന്നെ വലിയ രീതിയിൽ ചർച്ച ചെയ്യുകയാണ്. CPM-ഉം UDF-ഉം ഒരുപോലെ കുറ്റപ്പെടുത്തുന്നത് BJP ആണ്. ഡീൽ എന്ന ഒരു ഒറ്റ പേരിൽ പ്രതിസ്ഥാനത്ത് നിർത്തുന്നത് BJP ആണ്. എന്തുകൊണ്ടാണ് അങ്ങനെ? അത് നാണം കെട്ട രാഷ്ട്രീയക്കാരൻ്റെ ആ ജൽപ്പനം ഞങ്ങൾ വിലവയ്ക്കാറില്ല. കാരണം മഞ്ചേശ്വരത്ത് ഏറ്റവും ദുർബലനായ സ്ഥാനാർത്ഥിയെ നിർത്തി കോൺഗ്രസുമായി ഡീലോ ഉറപ്പിക്കുന്ന ഏർപ്പാടാണ് CPM നടത്തുന്നത്. പാലക്കാട് ഞങ്ങളുടെ സ്ഥാനാർത്ഥി വിജയിച്ചു കഴിഞ്ഞുവെന്ന് നാട്ടുകാർ തന്നെ പറയുന്നു. ഇത് കഴക്കൂട്ടത്തും നേമത്തും അതുപോലെ തന്നെ വട്ടിയൂർക്കാവിലും തിരുവനന്തപുരത്തും ഒക്കെ തന്നെ നടക്കാൻ പോകുന്നത്. എന്തിനേറെ പാലയിൽ നിങ്ങൾ നടത്തിയിട്ടുള്ള റോഡ് ഷോ അടക്കമുള്ള പരിപാടികൾ നോക്കിയാൽ മതി. കേരളത്തിൽ എല്ലാ സ്ഥലത്തും ഡീല് പറഞ്ഞു നടക്കുന്ന 2 മുന്നണിക്കും ബദലായി ഭാരതീയ ജനതാ പാർട്ടിയെ തെരഞ്ഞെടുക്കുന്ന ആ ചിത്രമാണ് നിങ്ങൾ മെയ് മാസം 4-ാം തീയതി കാണാൻ പോകുന്നത്. ഏതായാലും തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ് A. നാഗേഷ് എന്ന BJP-യുടെ സംസ്ഥാന നേതാവ്. ഇത്തവണ പുതുക്കാട് മണ്ഡലത്തിൽ താമര വിരിയിക്കാൻ കഴിയും. ഞങ്ങൾക്ക് ഡീല് വോട്ടർമാരായിട്ടാണെന്നാണ് BJP-യുടെ A. നാഗേഷ് പറയുന്നത്. ഏതായാലും പ്രചരണ തന്ത്രങ്ങൾ കൊടുക്കുമ്പോൾ പുതുക്കാട് മണ്ഡലത്തിൽ പോരാട്ടം കനക്കുകയാണ്. ഏതായാലും നമുക്ക് കാത്തിരിക്കാം. ക്യാമറമാൻ നന്ദുവിനൊപ്പം ആൻഡോ കല്ലേരി, NCTV ന്യൂസ്, പുതുക്കാട്. തൃക്കൂർ പഞ്ചായത്തിലെ വിവിധയിടങ്ങളിലായിരുന്നു LDF സ്ഥാനാർത്ഥി KK രാമചന്ദ്രന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണം. തെരഞ്ഞെടുക്കപ്പെട്ട ഒരു MLA കക്ഷി രാഷ്ട്രീയ മതവ്യത്യാസമില്ലാതെ മുഴുവൻ ജനവിഭാഗങ്ങളുടെയും പ്രതിനിധിയാണെന്നും മുഴുവൻ പേരെയും ചേർത്ത് പിടിച്ച് മുന്നോട്ടു പോകുന്നതാണ് തന്റെ ശൈലിയെന്നും
കെ രാമചന്ദ്രൻ പറഞ്ഞു. കേരളം കാത്തിരിക്കുന്ന ജനവിധിക്ക് ഇനി 15 ദിവസങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത്. ഇപ്പോൾ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ വോട്ടുറപ്പിക്കാനുള്ള വേഗപ്പാച്ചിലിലാണ് എല്ലാ സ്ഥാനാർത്ഥികളും. പുതുക്കാട് നിയോജക മണ്ഡലം LDF സ്ഥാനാർത്ഥിയായിട്ടുള്ള കെ രാമചന്ദ്രൻ MLA ഇപ്പോൾ ഇന്ന് തൃക്കൂർ മതിക്കുന്ന് ഭഗവതി ക്ഷേത്രത്തിലാണ് വോട്ടർമാരെ കാണാൻ എത്തിയത്. കെ രാമചന്ദ്രനാണ് നമ്മോടൊപ്പം ഉള്ളത്. ഇനി ദിവസങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത്. ഇപ്പോൾ വലിയ പ്രചരണ തിരക്കിലാണ് 3 മുന്നണികളും. പുതുക്കാട് നിയോജക മണ്ഡലത്തിൽ ഓരോ വോട്ടർമാരെ എടുത്ത് ചെല്ലുമ്പോൾ ഒരു സിറ്റിംഗ് MLA എന്ന നിലയ്ക്ക് ലഭിക്കുന്ന പ്രതികരണങ്ങൾ എങ്ങനെയാണ്? വളരെ നല്ല സ്വീകാര്യതയാണല്ലോ നിലവിലുള്ളത്. ആ ഒരു പ്രതികരണം തന്നെയാണ് എല്ലായിടത്തും ഉള്ളത്. ഇന്ന് രാവിലെ ആമ്പല്ലൂരിൽ നിന്ന് ഞാൻ ഇന്ന് രാവിലെ ഇറങ്ങിയത് ഞാൻ കളിച്ചു വളർന്ന അളകപ്പനഗർ പഴയ നമ്മുടെ സ്കൂൾ ഗ്രൗണ്ടിൽ നിന്നാണ്. ഗ്രൗണ്ടിലെ കായിക താരങ്ങളോടൊപ്പം കുറച്ചു നേരം ആ ഗ്രൗണ്ടിലൊക്കെ ഒന്ന് ഓടി. പിന്നെ ആമ്പല്ലൂർ സെൻറ്ററിൽ നിന്ന് കരുവാപ്പടി വരെ നടക്കുകയാണ് ചെയ്തത്. ഇവിടെ കുറച്ച് കായിക താരങ്ങളോടൊപ്പം പൊതുപ്രവർത്തകരോട് നടക്കുക ചെയ്തത്. ഇന്നലെ ഇവിടെയാണ് തൃക്കൂർ മേഖലയിലാണ് നടന്നത്. എല്ലാ ദിവസവും ഞാൻ രാവിലെ എണീറ്റ് നടക്കുന്ന ഒരാളാണ്. ആ നടത്തം ഇപ്പോൾ ഓരോ പ്രദേശത്തേക്ക് മാറ്റിക്കുകയാണ്. ആ പ്രദേശത്തെ നടത്തക്കാരോട് കൂടെ നടക്കുകയാണ്. ഇന്ന് ഏതാണ്ട് ഒരു 5 കിലോമീറ്ററോളം നടന്നു. അത് കഴിഞ്ഞ് വന്ന് ഇപ്പോൾ ഇവിടെ ഇന്നത്തെ പൊതുവായ ആദ്യത്തെ ഒരു പരിപാടി ഇവിടെ മതിക്കുന്ന് ക്ഷേത്രത്തിലെ അതിൻ്റെ കമ്മിറ്റി ഓഫീസ് സന്ദർശിക്കുക, അതിൻ്റെ ഭാരവാഹികളെ സന്ദർശിക്കുക, ഇവിടെ വരുന്ന ഭക്തജനങ്ങളെയും മറ്റുമൊക്കെ കാണുക, അവരുടെ കൂടെ നിൽക്കുക എന്നതിലാണ് ഇന്നത്തെ ദിവസം ആദ്യം നമ്മൾ പ്രയോജനപ്പെടുത്തിയത്. അതിൻ്റെ ഭാഗമായാണ് അവിടെ എത്തിയത്. ഇപ്പോൾ ഈ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചു. നേരത്തെ രവീന്ദ്രമാഷ് മത്സരിക്കുന്ന സമയത്ത് തെരഞ്ഞെടുപ്പിൻ്റെ പ്രചരണ പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിച്ച ഒരാളെന്ന് നൽകി ഈ ചൂടിനെയൊക്കെ അവഗണിച്ച് ഈ പ്രചരണത്തിന് നടക്കുമ്പോഴുള്ള ഒരു അവസ്ഥ എങ്ങനെയാണ്? ഞങ്ങൾ കമ്മ്യൂണിസ്റ്റുകാരല്ലേ, ഞങ്ങൾ തൊഴിലാളി പ്രസ്ഥാനത്തിൻ്റെ പ്രവർത്തകന്മാരാണ്. ചൂട് മാത്രമല്ല, തണുപ്പുണ്ടാവും, ചൂടുണ്ടാവും. ഏത് പ്രതികൂലമായ കാലാവസ്ഥയും അഭിമുഖീകരിക്കാൻ കമ്മ്യൂണിസ്റ്റുകാരൻ തയ്യാറാവണം എന്നാണ് ഞങ്ങൾ ചെറുപ്പത്തിൽ പഠിപ്പിച്ചിട്ടുള്ളത്. ചിലപ്പോൾ കാട്ടിലൊക്കെ പോയി ഒളിച്ചിരിക്കേണ്ടി വരും. എന്ന് പറഞ്ഞാൽ നമ്മുടെ ശത്രുക്കൾ അത്രമാത്രം ഉണ്ട്. നമ്മൾ ചിലപ്പോൾ വേട്ടയാടാൻ വേണ്ടിയൊക്കെ വരുമ്പോൾ ഒളിച്ച് ഭീരുക്കളായിട്ടിരിക്കുകയല്ല, ശത്രുക്കൾക്ക് കീഴ്പ്പെടാൻ പാടില്ലല്ലോ. അതിനാവശ്യമായ എല്ലാ രീതിയിലുള്ള ശാരീരികമായ കരുത്തുണ്ടാവണം എന്ന് നമ്മൾ നേരത്തെ പഠിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ രാഷ്ട്രീയ എതിരാളികൾ പറയുന്നത് പുതുക്കാട് മണ്ഡലത്തിൽ ഇത്തവണ ചില പ്രതികൂല അവസ്ഥകൾ ഉണ്ട് LDFന് എന്നാണ്. പ്രതികൂല അവസ്ഥയുള്ളത് അവർക്കാണ്. അതെന്താണെന്ന് അവർക്ക് തന്നെ അറിയാം, അവരുടെ ആളുകൾക്ക് അറിയാം. അപ്പോൾ ഞാൻ അത്തരം കാര്യങ്ങൾ വ്യക്തിപരമായിട്ടുള്ള ഒരാളെ അധിക്ഷേപിക്കാനോ ഒന്നും ഞാൻ ഇതുവരെ തയ്യാറായിട്ടില്ല, ഞാൻ തയ്യാറാവുകയില്ല. ജനങ്ങൾക്കറിയാം. ജനങ്ങളുടെ മുമ്പിൽ ഞാൻ 5 വർഷമായിട്ട് എല്ലാ ഇടവഴിയിലൂടെ സഞ്ചരിക്കുകയും എല്ലാ ഉത്സവങ്ങളിലും എല്ലാ കാര്യങ്ങളിലും ഞാൻ ഈ സ്ഥലത്തുണ്ടെങ്കിൽ എത്തിയിരിക്കും. ആ നിലയിൽ ജനങ്ങളുമായി ഇടപഴകിയിട്ടുള്ള ഒരു പൊതുപ്രവർത്തകനാണ് ഞാൻ. MLA ആവുമ്പോൾ അങ്ങനെ തന്നെയായിരുന്നു. MLA ആവും മുമ്പ് എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരുപാട് അവസരങ്ങൾ നമുക്ക് കിട്ടില്ല. അങ്ങനെ ആവശ്യമില്ലാത്തോടൊന്നും പോകേണ്ട കാര്യമില്ലല്ലോ. ഇപ്പം അങ്ങനെയല്ല. ഇപ്പോൾ നമുക്ക് എല്ലാവരും ചെറിയൊരു പരിപാടിയാണെങ്കിൽ നമ്മൾ വിളിച്ചാൽ നമ്മൾ സമയമുണ്ടാക്കി പോകുന്നൊരവസ്ഥയാണ് ഉള്ളത്. അതൊക്കെ അനുകൂലമാവുമെന്ന് ഇത് സാധാരണക്കാരനും ചിന്തിച്ചാൽ മനസ്സിലാവുമല്ലോ. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ സംസ്ഥാന തലത്തിൽ വലിയ വാർത്തയാകുന്നത് ഒരു ഡീൽ വിവാദമാണ്. അത്തരത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള ഡീൽ ഉണ്ടോ? ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് എവിടെയും ഒരു ഡീലിൻ്റെ ആവശ്യമില്ല. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഒരു രാഷ്ട്രീയമുണ്ട്. ആ രാഷ്ട്രീയം ഉയർത്തിപ്പിടിച്ച് മുന്നോട്ട് പോകും. ആ രാഷ്ട്രീയം ഉയർത്തുന്ന വികസന പ്രവർത്തനങ്ങളുമായി സഹകരിക്കുന്ന ആളുകളെ കൂട്ടിച്ചേർക്കും. ഇവിടെ മണ്ഡലത്തിലെ MLA എന്ന നിലയ്ക്ക് നമ്മളൊരു കക്ഷി രാഷ്ട്രീയവും ഇതിൻ്റെ ഭാഗമായി ഒരു നിലയിലും ഇവിടെ ഇടപെട്ടിട്ടില്ല. ഇപ്പോൾ തൃക്കൂർ ഗ്രാമപഞ്ചായത്ത് ഇവിടെ UDF ഭരിക്കുന്ന പഞ്ചായത്ത്. ഇവിടുത്തെ വാർഡ് മെമ്പർമാർ UDF ആണോ പഞ്ചായത്ത് UDF ആണോ എന്ന് നോക്കിയിട്ട് നല്ല ഫണ്ട് അനുവദിക്കുക. ഇപ്പോൾ ഈ ക്ഷേത്രത്തിലേക്ക് വരുന്ന വഴി തന്നെ ഇതിൻ്റെ അപ്പുറത്തുള്ള വഴികൾ, പ്രധാനപ്പെട്ട പാതകൾ, എത്രയോ ഭക്തർ, അതുപോലെ ജനങ്ങൾ സഞ്ചരിക്കുന്ന റോഡുകൾ, ഏത് പാർട്ടിയുടെ പ്രതിനിധി വാർഡ് മെമ്പറാണ് നോക്കിയിട്ടല്ല നമ്മൾ കാര്യങ്ങൾ ചെയ്യാറ്. അത് അവർ തന്നെ അംഗീകരിക്കുന്നതാണ്. അവർ തന്നെ എത്രയോ പ്രസംഗങ്ങളിൽ അതുമായി ബന്ധപ്പെട്ട് ചടങ്ങുകളിലൊക്കെ അത് പറയുന്ന ആളുകളാണ്. അപ്പോൾ അങ്ങനെയാണ് നമ്മളിതിൻ്റെ വികസന പ്രവർത്തനങ്ങളിലൂടെ കൊണ്ടുപോയിട്ടുള്ളത്. അത് ആ നിലയിൽ തന്നെ തുടരാനാണ് ഉദ്ദേശിക്കുന്നത്. നമ്മളോട് എങ്ങനെ സമീപനം സ്വീകരിച്ചാലും നമുക്കൊരു സമീപനമുണ്ട്. MLA എല്ലാവരുടെയും MLA ആണ്, ജനപ്രതിനിധി എല്ലാവരുടെയും MLA ആണ്. വികസന പ്രവർത്തനങ്ങൾ അതിന് നേതൃത്വം നൽകുക, അതുമായി ബന്ധപ്പെട്ട് സഹകരിക്കുന്നവരെല്ലാവരും കൂട്ടിച്ചേർക്കുക. ഏത് പാർട്ടിയാണോ ഏത് മതവിഭാഗമാണോ എന്നൊന്നും നമ്മൾ നോക്കാൻ പാടില്ല. അതാണ് നമ്മുടെ ഒരു കാഴ്ചപ്പാട്. എല്ലാവരെയും കൂട്ടിച്ചേർത്ത് പിടിച്ചുകൊണ്ട് പുതുക്കാട് മണ്ഡലത്തിൻ്റെ വികസനം സമ്പൂർണ്ണതയിലേക്ക് എത്തിക്കുക എന്നതാണ് നമ്മുടെ ലക്ഷ്യം. LDF പ്രവർത്തകർ പറയുന്നത് 3ാം പിണറായി സർക്കാർ ഉണ്ടാവുകയും പുതുക്കാടിന് ഒരു മന്ത്രിയെ ലഭിക്കുമോ എന്നാണ്. 3ാമത് LDF സർക്കാർ ഉണ്ടാവും എന്നുള്ള കാര്യം എനിക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയും. മറ്റു കാര്യമൊക്കെ ആരാണ്, എങ്ങനെയാണ്, എന്താണ് എന്നുള്ളതൊക്കെ ജയിച്ചു വരുന്ന MLAമാരിൽ നിന്ന്, ജയിച്ചു വരുന്ന ജനാധിപത്യ സംവിധാനമല്ലേ നമ്മുടെ നാട്, ജയിച്ചു വരുന്ന MLAമാരിൽ നിന്ന് ആരൊക്കെ ആവണം എന്തൊക്കെ ആവണം എന്ന് CPIM-ഉം LDF-ഉം കൂട്ടായി ചർച്ച ചെയ്ത്
എല്ലാ പരിഗണനകളുടെ അടിസ്ഥാനത്തിലാണ് ഓരോരുത്തരെയും പരിഗണിക്കുന്നത്. ഏതായാലും തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ് കെ രാമചന്ദ്രൻ. കഴിഞ്ഞ 10 വർഷമായി സംസ്ഥാന സർക്കാർ നടത്തിയ വികസന പ്രവർത്തനങ്ങൾ, കഴിഞ്ഞ 5 വർഷം പുതുക്കാട് മണ്ഡലത്തിൽ നടത്തിയ വികസന പ്രവർത്തനങ്ങൾ, അത് മാത്രം മതി ജനങ്ങളെ ചേർത്ത് പിടിച്ച് മുന്നോട്ട് പോകാനുള്ള ആത്മവിശ്വാസം കെ നൽകുന്നത്. നൽകുന്നത്. ഏതായാലും വരും ദിവസങ്ങളിൽ പ്രചരണ തന്ത്രങ്ങളുമായി, പ്രചരണ പരിപാടികളുമായി മുന്നോട്ട് പോവുകയാണ് കെ രാമചന്ദ്രൻ. ക്യാമറമാൻ നന്ദുവിനൊപ്പം ആൻഡോ കല്ലേരി, NCTV ന്യൂസ്, പുതുക്കാട്. പുതുക്കാട് മണ്ഡലം LDF സ്ഥാനാർത്ഥി കെ രാമചന്ദ്രൻ പുതുക്കാട് കേരള വിഷൻ ഓഫീസ് സന്ദർശിച്ച് വോട്ട് അഭ്യർത്ഥിച്ചു. ജീവനക്കാരുടെ ചൂണ്ടിക്കാട്ടിയ വിവിധ ആവശ്യങ്ങൾ കേട്ട സ്ഥാനാർത്ഥി ജനകീയ പ്രശ്നങ്ങളിൽ കൃത്യമായ ഇടപെടൽ നടത്തുമെന്ന് ഉറപ്പു നൽകി. മണ്ഡലത്തിന്റെ വികസനത്തിനായി തനിക്ക് വോട്ട് നൽകണമെന്നും ആവശ്യപ്പെട്ടാണ് അദ്ദേഹം മടങ്ങിയത്. തെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗത്ത് സജീവമായി പുതുക്കാട് മണ്ഡലം UDF സ്ഥാനാർത്ഥി KM ബാബുരാജ്. മണ്ഡലം കൺവെൻഷനുകൾ പൂർത്തിയാക്കിയതോടെ വലിയ ആത്മവിശ്വാസത്തിലാണ് UDF എന്ന് KM ബാബുരാജ്. നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പ്രചരണ പ്രവർത്തനങ്ങൾക്ക് ഇനി 15 ദിവസം മാത്രമാണ് ബാക്കിയുള്ളത്. ഇപ്പോൾ പുതുക്കാട് മണ്ഡലം UDF സ്ഥാനാർത്ഥിയായിട്ടുള്ള KS ബാബുരാജാണ് നമ്മോടൊപ്പം ഉള്ളത്. പ്രചരണ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ ഇപ്പോൾ മണ്ഡലം കൺവെൻഷനുകളൊക്കെ പൂർത്തീകരിച്ചു. എത്രത്തോളം ആവേശമുണ്ട്? പ്രവർത്തകരിലൊക്കെ വലിയ ആവേശം കാണാനുണ്ടല്ലോ. തീർച്ചയായും നിയോജകമണ്ഡലം കൺവെൻഷൻ ഒരു കാലത്തും ഇല്ലാത്ത രീതിയിലുള്ള ജനപങ്കാളിത്തവും വോട്ടർമാരുടെയും അതുപോലെ തന്നെ UDFന്റെ പ്രവർത്തകരെ കൊണ്ടും നിറഞ്ഞു നിൽക്കുകയാണ്. ഇപ്പോൾ മണ്ഡലം കൺവെൻഷൻ നാളത്തോടുകൂടി തീരുകയാണ്. എല്ലാ മണ്ഡലം കൺവെൻഷനിലും 1000-ലധികം ആളുകൾ പങ്കെടുക്കുന്ന ഒരു സാഹചര്യം. വലിയ ആവേശത്തോടു കൂടിയാണ് ജനങ്ങൾ ഇത് ഏറ്റെടുക്കുന്നത്. തീർച്ചയായും സ്ഥാനാർത്ഥിയുടെ വിജയം ഉറപ്പാണ്. അതിനുള്ള എല്ലാ പ്രവർത്തനങ്ങളും ഇവർ ഏറ്റെടുത്ത് കഴിഞ്ഞു. ഇപ്പോൾ കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ അധികായനായിരുന്ന KP വിശ്വനാഥിന് ശേഷം മണ്ഡലത്തിൽ കോൺഗ്രസിന്റെ പതാക പാറിക്കാൻ കഴിഞ്ഞിട്ടില്ല. അത് KS ബാബുരാജിലൂടെ ഇത്തവണ സാധിക്കുമെന്നാണ്. തീർച്ചയായിട്ടും എനിക്ക് ഈ നിയോജകമണ്ഡലത്തിൽ നിന്നുള്ള ഒരു സ്ഥാനാർത്ഥി വേണമെന്നുള്ള ഇവിടുത്തെ കോൺഗ്രസിൻ്റെയും UDFന്റെയും പ്രവർത്തകരുടെയും നേതാക്കളുടെയും എല്ലാം ആവശ്യം കോൺഗ്രസ് ഹൈക്കമാൻഡ് അംഗീകരിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ സ്ഥാനാർത്ഥിയായിട്ട് വന്നത്. അതുകൊണ്ട് തന്നെ വലിയ ആവേശത്തോടു കൂടിയാണ് പ്രവർത്തകർ ഇന്ന് നിൽക്കുന്നത്. തീർച്ചയായും ഇത് തിരിച്ചു പിടിക്കും, ഒരു സംശയമില്ല. കഴിഞ്ഞ 20 കൊല്ലക്കാലമായി അനുഭവിക്കുന്ന UDFന്റെ നേതാക്കളും പ്രവർത്തകരും അനുഭവിക്കുന്ന ആ വലിയ ദുരന്തവും ഈ തെരഞ്ഞെടുപ്പോടുകൂടി അവസാനിക്കുമെന്നുള്ളതാണ് എനിക്ക് ബോധ്യമായിട്ടുള്ള കാര്യം. അപ്പോൾ സ്ഥാനാർത്ഥി പ്രവർത്തകർക്ക് മുമ്പിൽ പറയുന്നത് കേട്ടു, ഇപ്പോൾ ഇല്ലെങ്കിൽ ഇനിയില്ല എന്നുള്ളത്. എന്താണ് അങ്ങനെ ഒരു കാരണം? കാരണം എല്ലാം കയ്യും മെയ്യും മറന്ന് അവർ പ്രവർത്തിക്കുമ്പോൾ എനിക്ക് കിട്ടിയ ഒരു കോൺഫിഡൻസ്, ഒരു വിശ്വാസമാണ് ഞാൻ അവരോട് പറഞ്ഞത്. കാരണം അത്രമാത്രം പ്രവർത്തകർ ത്യാഗം ചെയ്തുകൊണ്ടിട്ടുള്ള ഒരു പ്രവർത്തനമാണ്. രാവും പകലുമില്ലാതെ ഇന്ന് പ്രവർത്തിക്കുന്നത് കാണുമ്പോൾ ഞാൻ ആവേശഭരിതനായിട്ടാണ് ആ വാക്കുകൾ ഉപയോഗിച്ചത്. ഏതായാലും തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഈ ഒരു ആവേശം ഉണ്ടായിരുന്നു. ആ ഒരു ആവേശം നിയമസഭാ തെരഞ്ഞെടുപ്പിലും തുടരും എന്ന് തന്നെയാണ് കരുതുന്നത്. അതെ, തീർച്ചയായിട്ടും. ഇവിടെ 8 മണ്ഡലങ്ങളിൽ 8 പഞ്ചായത്തുകളിൽ 3 പഞ്ചായത്തുകൾ മാത്രം കേവലം LDFന്റെ കയ്യിലുള്ളൂ. നേരത്തെ ഉണ്ടായിരുന്ന അവരുടെ ഭൂരിപക്ഷം എല്ലാം ജനങ്ങൾ അവരെ നിരാകരിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ വലിയ ആത്മവിശ്വാസത്തിലാണ് ഞങ്ങൾ UDFന്റെ നേതാക്കളും പ്രവർത്തകരും. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ സംസ്ഥാന തലത്തിൽ ഉയർന്നു കേൾക്കുന്ന ഒരു വാക്കാണ് ഡീൽ എന്നുള്ളത്. UDF പറയുന്നു LDFുമായി BJP ഡീലുണ്ടെന്ന് പറയുന്നു. LDF പറയുന്നു UDFുമായി BJP ഡീൽ എന്ന് പറയുന്നു. പുതുക്കാട് മണ്ഡലത്തിലെ ഡീൽ എന്താണ്? ഇവിടെ ഒരു തരത്തിലുള്ള ഡീലും കോൺഗ്രസും BJPയുമായി ഇല്ല. ഇവിടെ ഡീൽ നടക്കുന്നു എന്ന് ജനങ്ങൾക്ക് ബോധ്യമുള്ള കാര്യം അത് LDFും BJPയും തമ്മിൽ എന്നുള്ള കാര്യത്തിൽ വലിയ ബോധ്യം ഞങ്ങൾക്കുണ്ട്. അതുമാത്രമാണ് ഇവിടെ സംഭവിക്കുന്നത്. അത് മറ്റൊന്നും കോൺഗ്രസുമായി ഒരു മതനിരപേക്ഷ കക്ഷികളുമായി ഒരു തരത്തിലുള്ള ബന്ധവും കോൺഗ്രസിനില്ല. അത്തരത്തിലുള്ള ഒരു പ്രവർത്തനവും ഞങ്ങൾക്കില്ല. അതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഏതായാലും പ്രവർത്തകരൊക്കെ വലിയ ആവേശത്തിലാണ്. ഒപ്പം തന്നെ പ്രവർത്തകരുടെ ചിട്ടയായ പ്രവർത്തനങ്ങൾ, അത് ഈ തെരഞ്ഞെടുപ്പിൽ കൃത്യമായ ഒരു റിസൾട്ട് ഉണ്ടാകും. KP വിശ്വനാഥിന് ശേഷം പുതുക്കാട് നിയോജക മണ്ഡലത്തിൽ കോൺഗ്രസിന്റെ വെന്നിക്കുടി പാറിക്കാൻ KS ബാബുരാജിലൂടെ കഴിയും എന്ന് തന്നെയാണ് KM ബാബുരാജിലൂടെ കഴിയുമെന്ന് തന്നെയാണ് സ്ഥാനാർത്ഥിയുടെ ഉറച്ച പ്രതീക്ഷ. പ്രവർത്തകരും വലിയ ആവേശത്തിലാണ്. ക്യാമറമാൻ നന്ദുവിനൊപ്പം ആൻഡോ കല്ലേരി, NCTV ന്യൂസ്, പുതുക്കാട്. മറ്റു വാർത്തകളിലേക്ക്. മാർച്ച് 26 വരെ വിവിധ ജില്ലകളിൽ ഉയർന്ന താപനിലയ്ക്ക് സാധ്യതയുള്ളതിനാൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചു. കൊല്ലം, പാലക്കാട് ജില്ലകളിൽ താപനില 38 ഡിഗ്രി സെൽഷ്യസ് വരെ ഉയരാം. ആലപ്പുഴ, കോട്ടയം, തൃശൂർ, പത്തനംതിട്ട ജില്ലകളിൽ 37 ഡിഗ്രി സെൽഷ്യസ് വരെയും തിരുവനന്തപുരം, എറണാകുളം, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ 36 ഡിഗ്രി സെൽഷ്യസ് വരെയും താപനില എത്താം. ഉയർന്ന ചൂട് ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമായേക്കാമെന്നതിനാൽ അതീവ ജാഗ്രത പാലിക്കണമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി അറിയിച്ചു. പകൽ 11 മുതൽ 3 വരെ നേരിട്ട് വെയിലേൽക്കുന്നത് ഒഴിവാക്കണം. ധാരാളം വെള്ളം
കുടിക്കണം. കട്ടികുറഞ്ഞ ഇളം നിറത്തിലുള്ള പരുത്തി വസ്ത്രങ്ങൾ ധരിക്കാൻ ശ്രദ്ധിക്കണമെന്നും അതോറിറ്റി നിർദ്ദേശിച്ചു. മലയോര മേഖലകളിൽ ചൂട് കൂടുതലായി അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്. ആളൂർ കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ ആഭിമുഖ്യത്തിൽ ലോക ക്ഷയരോഗ ദിനം ആചരിച്ചു. കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ നിന്നും ആളൂർ ട്രയാങ്കിൾ ജംഗ്ഷനിലേക്ക് ആരോഗ്യ റാലി സംഘടിപ്പിച്ചു. റാലിയിൽ ആരോഗ്യ പ്രവർത്തകർ, ആശാ പ്രവർത്തകർ, സ്നേഹോദയ കോളേജ് ഓഫ് നഴ്സിംഗ് വിദ്യാർത്ഥികൾ എന്നിവർ പങ്കെടുത്തു. തുടർന്ന് ആളൂർ ട്രയാങ്കിൾ ജംഗ്ഷനിൽ വല്ലക്കുന്ന് സ്നേഹോദയ കോളേജ് ഓഫ് നഴ്സിംഗ് വിദ്യാർത്ഥികൾ ഫ്ലാഷ് മോബ് അവതരിപ്പിച്ചു. ആളൂർ കുടുംബാരോഗ്യ കേന്ദ്രം മെഡിക്കൽ ഓഫീസർ ഡോക്ടർ അല്ലി പ്ലാക്കൽ ക്ഷയരോഗദിന സന്ദേശം നൽകി. ശേഷം ഇരിങ്ങാലക്കുട TB യൂണിറ്റിലെ ചാർജ് ഓഫീസർ ഡോക്ടർ അനുപമ വിജയൻ ക്ഷയരോഗദിന പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. ആളൂർ പഞ്ചായത്തിലെ സ്നേഹോദയ കോളേജ് ഓഫ് നഴ്സിംഗ് വല്ലക്കുന്നിൽ വെച്ച് ഇരിങ്ങാലക്കുട TB യൂണിറ്റിലെ ചാർജ് ഓഫീസർ ഡോക്ടർ അനുപമ വിജയൻ ക്ഷയരോഗത്തെക്കുറിച്ച് ക്ലാസ്സെടുത്തു. കോളേജ് പ്രിൻസിപ്പാൾ സിസ്റ്റർ JC, ആളൂർ കുടുംബാരോഗ്യ കേന്ദ്രം ഹെൽത്ത് ഇൻസ്പെക്ടർ റോയ് വിൽഫ്രഡ്, ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ ജിനേഷ് എന്നിവർ പ്രസംഗിച്ചു. ഇടതുപക്ഷ മുന്നണി ഗവൺമെന്റ് കഴിഞ്ഞ 10 വർഷമായി തുടരുന്ന ചെറുകിട കരാറുകാർക്കെതിരെ നടപടികൾ കരാറുകാരെ ആത്മഹത്യയുടെ മുനമ്പിൽ എത്തിച്ചിരിക്കുന്നു എന്ന് ഓൾ കേരള ഗവൺമെന്റ് കോൺട്രാക്ടേഴ്സ് അസോസിയേഷൻ ജില്ലാ സെക്രട്ടറി KD ബിജു ആരോപിച്ചു. 2021 DSR നിരക്കിലാണ് ടെൻഡറുകൾ ചെയ്യുന്നത്. അശാസ്ത്രീയമായ മാർക്കറ്റ് നിരക്കുകൾ DSRന് മേൽ നടപ്പിലാക്കി കുറഞ്ഞ റേറ്റാണ് കരാറുകാർക്ക് നൽകുന്നത്. പാറ ഉൽപ്പന്നങ്ങൾ സംസ്ഥാനത്ത് ലഭ്യമല്ല എന്നത് സർക്കാരിന്റെ നടപടികളാണ് കാരണമാകുന്നത്. അതിനാൽ അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് കൂടിയ വിലയ്ക്ക് പാറ ഉൽപ്പന്നങ്ങൾ കൊണ്ടുവരുമ്പോൾ വില വർധനവാണ് സംഭവിക്കുന്നത്. ട്രഷറി നിയന്ത്രണം മൂലം കരാറുകാർ വലയുന്നതായും 10 ലക്ഷം രൂപയ്ക്ക് മുകളിൽ ട്രഷറിയിൽ പാസ്സാകുന്നില്ല എന്നും KD ബിജു ആരോപിച്ചു. ബിൽ സമർപ്പണ തീയതി മാർച്ച് 23 ചുരുക്കിയതും കൂടാതെ ഇതേ സമയത്ത് ഉദ്യോഗസ്ഥരെ തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടിക്ക് നിയോഗിക്കുകയും ചെയ്തുവെന്നും ഇദ്ദേഹം പറഞ്ഞു. ബിൽ സമർപ്പണ തീയതി മാർച്ച് 31 വരെ നീട്ടിയാൽ കുറച്ച് ബില്ലുകൾ മാറി ലഭിക്കുമെന്നും ഇദ്ദേഹം പറഞ്ഞു. മറ്റു മാർഗങ്ങളില്ലാത്ത കരാറുകാർ കടുത്ത സമരങ്ങളിലേക്ക് മാറുമെന്നും KD ബിജു പറഞ്ഞു. ജില്ലാ വർക്കിംഗ് പ്രസിഡന്റ് NP ഡേവിസ്, ചാലക്കുടി താലൂക്ക് പ്രസിഡന്റ് ഷാജി എന്നിവർ സന്നിഹിതരായിരുന്നു. ഈ ഒരു വിഷയം നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത് എന്താ വെച്ചാൽ, ഇപ്പോൾ ഫിനാൻഷ്യൽ ഇയർ അവസാനിക്കുന്നതിനോട് അടുത്തായിട്ട് ഗവൺമെൻറ് ഈ ബില്ലുകൾ സമർപ്പിക്കുന്ന തീയതി സാധാരണ ഫിനാൻഷ്യൽ ഇയറിൻ്റെ അവസാനം മാർച്ച് 31 അത് ചുരുക്കി, പല കാരണങ്ങളുണ്ടായിരിക്കാം ഗവൺമെൻറ്റിന്, അത് ചുരുക്കി മാർച്ച് 23 ചുരുക്കി. ഒപ്പം തന്നെ എന്ത് സംഭവിച്ചു വെച്ചാൽ, ഇലക്ഷൻ കമ്മീഷൻ ഈ ഇലക്ഷൻ പ്രഖ്യാപിച്ചപ്പോൾ നമ്മുടെ ഈ എൻജിനീയേഴ്സിനെ അതുപോലെ സ്റ്റാഫിനെയും LSD സ്റ്റാഫിനെയും ഇലക്ഷൻ ഡ്യൂട്ടിക്ക് നിയോഗിക്കുകയും ചെയ്തു. അപ്പോൾ എന്ത് സംഭവിച്ചു വെച്ചാൽ, ഈ ദിവസങ്ങൾ കുറയുകയും ഒപ്പം തന്നെ ഈ ബില്ല് തയ്യാറാക്കേണ്ട ഉദ്യോഗസ്ഥർ മുഴുവൻ ഇലക്ഷൻ ഡ്യൂട്ടിക്ക് പോവുകയും ചെയ്തപ്പോൾ കരാറുകാർക്ക് ഒരുപാട് കടമ്പകൾ താണ്ടി വർക്ക് പൂർത്തീകരിച്ച് പൈസ കിട്ടേണ്ട ഒരു ഘട്ടം അതിന് തൊട്ട് മുമ്പായിട്ട് അത് നിഷേധിക്കപ്പെടുന്നൊരവസ്ഥ ഇപ്പം ഞങ്ങൾ നേരിടുകയാണ്. ഇത് പല കരാറുകാരെയും ആത്മഹത്യ മുനമ്പിൽ എത്തിച്ചു എന്ന് പറയുന്നതായിരിക്കും കൂടുതൽ ശരി. കാരണം വർക്കിൻ്റെ റേറ്റ്, ഇപ്പോൾ ടെൻഡർ ചെയ്യുന്ന റേറ്റ് 5-6 വർഷം മുമ്പത്തെ റേറ്റിൽ ടെൻഡർ ചെയ്യുക, ആ വർക്ക് എടുത്ത് വർക്ക് പൂർത്തീകരിക്കുമ്പോൾ ഒരുപാട് സർക്കാരിൻ്റെ നിയമങ്ങൾ അടിച്ചേൽപ്പിക്കുക, അത് തരണം ചെയ്ത് ഞങ്ങൾ വർക്ക് പൂർത്തീകരിച്ച് വന്നു കഴിയുമ്പോൾ ഞങ്ങൾക്ക് പൈസ പ്രതിഫലം ലഭിക്കാത്തൊരവസ്ഥയിലേക്ക് ഇപ്പോൾ ഈ സർക്കാർ എത്തിച്ചിരിക്കുകയാണ്. കാര്യത്തിൽ മാത്രം ഒരു മുൻഗണനയില്ല, പിൻഗണന മാത്രമുള്ളൂ ഞങ്ങൾക്ക്. ഇവിടുത്തെ ധനകാര്യമന്ത്രിയും പഞ്ചായത്ത് വകുപ്പ് മന്ത്രിയൊക്കെ എല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. 2 മാസം കഴിഞ്ഞിട്ടും വാംസിന്ന് ഒരു ഓർഡർ പോലും വരില്ല. ഞങ്ങൾ ആകെ ബുദ്ധിമുട്ടിലാണ് ആത്മഹത്യ ഭാഗത്ത് നിൽക്കണേ. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, ഞങ്ങൾ ആത്മഹത്യ ചെങ്ങാലൂർ മാട്ടുമലയിൽ വീട് നിർമ്മാണത്തിനുള്ള പെർമിറ്റിന്റെ മറവിൽ നടന്ന വൻ മണ്ണെടുപ്പിന് ഒടുവിൽ നടപടി. സ്ഥലം ഉടമയിൽ നിന്ന് 3,21,656 രൂപ പിഴ ഈടാക്കാൻ പുതുക്കാട് പഞ്ചായത്ത് സെക്രട്ടറി ഉത്തരവിട്ടു. മാട്ടുമലയിലെ കുന്നിൻ ചെരുവിൽ വീട് നിർമ്മിക്കാനെന്ന വ്യാജേന നടന്ന മണ്ണു മാഫിയയുടെ കടന്നുകയറ്റത്തിനാണ് ഇപ്പോൾ തിരിച്ചടിയേറ്റിരിക്കുന്നത്. വെറും 21 സെന്റ് സ്ഥലത്ത് നിന്ന് 270 ടൺ മണ്ണെടുക്കാനാണ് പഞ്ചായത്ത് അനുമതി നൽകിയിരുന്നത്. എന്നാൽ ഈ അനുമതിയുടെ മറവിൽ അധികം മണ്ണ് പാസില്ലാതെ കടത്തിയതായി അന്വേഷണത്തിൽ കണ്ടെത്തി. ശാസ്ത്ര സാഹിത്യ പരിഷത്ത് കൊടകര മേഖല പരിസരം വിഷയസമിതി നൽകിയ പരാതിയും തുടർന്ന് NCTV ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ നൽകിയ വാർത്തയ്ക്ക് പിന്നാലെയാണ് അധികൃതരുടെ നടപടി. 30 ഡിഗ്രിയോളം ചെരിവുള്ള കുന്നിൻ പ്രദേശം 7 അടിയോളം താഴ്ചയിലാണ് മണ്ണെടുത്ത് നശിപ്പിച്ചത്. അനുവദിക്കപ്പെട്ട അളവ് മണ്ണ് മാത്രമാണോ കടത്തുന്നതെന്ന് ഉറപ്പുവരുത്താൻ പോലീസിനും റവന്യൂ അധികൃതർക്കും പെർമിറ്റിന്റെ പകർപ്പ് നൽകിയിരുന്നു.
എന്നാൽ ഇത്രയധികം മണ്ണ് അനധികൃതമായി കടത്തിയിട്ടും നടപടിയെടുക്കാത്ത റവന്യൂ പോലീസ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് വീഴ്ചയുണ്ടായതായും ശാസ്ത്ര സാഹിത്യ പരിഷത്ത് ആരോപിച്ചു. AE നൽകിയ അന്വേഷണ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് പഞ്ചായത്ത് ഇപ്പോൾ പിഴ ചുമത്തിയിരിക്കുന്നത്. കൊടകര പുത്തൂക്കാവ് ദേവി ക്ഷേത്രത്തിലെ മേലേക്കാവിലുള്ള ശ്രീമൂലസ്ഥാന പുനഃപ്രതിഷ്ഠാ ചടങ്ങുകൾ ഈ മാസം 26, 27 തീയതികളിലായി നടക്കുമെന്ന് ക്ഷേത്ര ഭാരവാഹികൾ കൊടകരയിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. 27-ന് രാവിലെ 10:15-നും 11:20-നും മധ്യേ തന്ത്രിമാരായ അഴകത്ത് ത്രിവിക്രമൻ നമ്പൂതിരി, ഹരീഷ് നമ്പൂതിരി എന്നിവർ ചേർന്ന് പുതിയ ബിംബ പ്രതിഷ്ഠ നിർവഹിക്കും. വാർത്താസമ്മേളനത്തിൽ പ്രസിഡന്റ് KS സുനിൽകുമാർ, സെക്രട്ടറി MLV നായർ, NR രാജേഷ്, വേണുഗോപാൽ തച്ചിഞ്ചേരി, രാജൻ മല്ലാട്ട് എന്നിവർ പങ്കെടുത്തു. അദ്ദേഹത്തിന് പ്രായാധിക്യം മൂലം കൊടുങ്ങല്ലൂർ അമ്മയെ ദർശനത്തിന് ബുദ്ധിമുട്ട് വന്ന സമയത്ത്, യാത്ര ചെയ്ത് ദർശനത്തിന് ബുദ്ധിമുട്ട് വന്ന സമയത്ത് അദ്ദേഹം പുതുക്കാവിൽ വന്ന് ഭഗവതി എനിക്കിനി അവിടേക്ക് വന്നാൽ അവിടുത്തെ കാണാൻ സാധിക്കില്ല എന്ന് മനസ്സിൽ ആഗ്രഹിച്ച സമയത്ത് ഭഗവതി ഒരു പ്രതിഷ്ഠിക്കുകയാണ്. അതിന് 26-ാം തീയതി രാവിലെ ഗണപതി ഹോമത്തോട് കൂടി തുടങ്ങുന്നു. അന്നേ ദിവസം മഹാമൃത്യുഞ്ജയ ഹോമം, മഹാസുദർശന ഹോമം, ലഘു സുദർശന ഹോമം, കൃഷ്ണഹോമം, അഘോരഹോമം, ദുരിതഹരേഹര ഹോമം, ബാധവേർപാട് എന്നിവ 26-ാം തീയതി രാവിലെ നടക്കും. തൃപ്രയാറിലെ ജിംനേഷ്യത്തിന്റെയും ബ്യൂട്ടി സലൂണിന്റെയും മറവിൽ വൻതോതിൽ ലഹരി മരുന്ന് വിൽപ്പന നടത്തിയിരുന്ന യുവതിയെ തൃശൂർ റൂറൽ പോലീസ് അറസ്റ്റ് ചെയ്തു. തൃപ്രയാറിലെ ജിംനേഷ്യത്തിൽ ജോലി ചെയ്തു വരുന്ന പെരിങ്ങോട്ടുകര താന്യം സ്വദേശി ചിറയത്ത് വീട്ടിൽ ശ്രീലക്ഷ്മിയാണ് അറസ്റ്റിലായത്. ഇവരിൽ നിന്ന് 2.270 കിലോഗ്രാം ഹാഷിഷ് ഓയിൽ പിടിച്ചെടുത്തു. കൂടാതെ മയക്കുമരുന്ന് വിൽപ്പന നടത്തി അനധികൃതമായി സമ്പാദിച്ച 9,500 രൂപയും ഹാഷിഷ് ഓയിൽ ചില്ലറ വിൽപ്പന നടത്താനായി ഉപയോഗിക്കുന്ന 50 ഒഴിഞ്ഞ ചെറിയ പ്ലാസ്റ്റിക് ബോട്ടിലുകളും പിടിച്ചെടുത്തു. കരയാമുട്ടം സൊസൈറ്റിക്ക് സമീപമുള്ള വാടക വീട്ടിൽ വെച്ചാണ് തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവിയുടെ നേതൃത്വത്തിലുള്ള ഡാൻസ് ഓഫ് സംഘവും വലപ്പാട് പോലീസും ചേർന്ന് പ്രതിയെ പിടികൂടിയത്. തീരദേശ മേഖലയിലെ വിദ്യാർത്ഥികൾക്കിടയിൽ ലഹരി ഉപയോഗം വർദ്ധിക്കുന്നതായി ജില്ലാ പോലീസ് മേധാവി B. കൃഷ്ണകുമാറിന് ലഭിച്ച രഹസ്യവിവരത്തെ തുടർന്ന് സ്കൂളുകൾ കേന്ദ്രീകരിച്ച് ലഹരി ഉപയോഗിക്കുന്ന കുട്ടികളെ നിരീക്ഷിച്ച് നടത്തിയ അന്വേഷണത്തിനൊടുവിലാണ് ലഹരിയുടെ ഉറവിടം കണ്ടെത്തിയത്. പോലീസ് എക്സൈസ് പരിശോധനകൾ ഒഴിവാക്കാൻ അതീവ ജാഗ്രതയോടെയായിരുന്നു ഇവരുടെ ഇടപാടുകൾ. ഇവരുടെ വിശ്വസ്തരായ ഉപഭോക്താക്കൾക്ക് മാത്രമാണ് ഇവർ ലഹരിമരുന്ന് കൈമാറിയിരുന്നത്. യുവതിക്ക് മയക്കുമരുന്ന് എത്തിച്ചു നൽകിയ ആളെക്കുറിച്ചുള്ള നിർണായക വിവരം ലഭിച്ചിട്ടുണ്ട്. സംഭവത്തിൽ കൂടുതൽ പേർക്ക് പങ്കുണ്ടോ എന്നും അന്വേഷിച്ചു വരികയാണ്. തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി B. കൃഷ്ണകുമാറിന്റെ നേതൃത്വത്തിൽ നർക്കോട്ടിക് സെൽ ഡിവൈഎസ്പി അബ്ദുൽ സലാം, വാടനപ്പള്ളി ISHO മാത്യു, വലപ്പാട് SI എബിൻ, ഡാൻസ് ഓഫ് SIമാരായ CR പ്രദീപ്, ഷൈൻ, ASI ലിജു ഇയാനി, SCPO ബിജു, CPOമാരായ നിഷാന്ത്, സുർജിത് സാഗർ, വലപ്പാട് സ്റ്റേഷനിലെ SI ഉണ്ണി, സിയാദ്, സൈനുദ്ദീൻ, CPO ഷാലീന എന്നിവരടങ്ങുന്ന സംഘമാണ് പ്രതിയെ പിടികൂടിയത്. കാലാവസ്ഥ. കൂടിയ താപനില 36 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 24 ഡിഗ്രി സെൽഷ്യസ്. ചാലക്കുടി കൃഷ്ണ ജ്വല്ലറിയിൽ ഇന്നത്തെ സ്വർണ്ണവില. സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് അപ്പസ്വർണം ആഡംബരവുമാണ്, സമ്പാദ്യവുമാണ്. സ്വർണം കയ്യിലുണ്ടേ അതൊരു ധൈര്യവുമാണ്. കൃഷ്ണ ജ്വല്ലറി ഗോൾഡൻ ഡയമണ്ട്സ്, ചാലക്കുടി. ഹൃദയങ്ങൾ കീഴടക്കിയ വിശ്വാസം. സ്വർണം ഗ്രാമിന് 13,100 രൂപയും പവന് 1,04,800 രൂപയും രേഖപ്പെടുത്തി. മണ്ണംപേട്ട വട്ടനാത്ര റോഡിൽ ചിറ്റിലപ്പിള്ളി പൊഴോലിപ്പറമ്പിൽ അന്തോണിയുടെ മകൻ ഫ്രാൻസിസ് അന്തരിച്ചു. 56 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. ടെസിയാണ് ഭാര്യ. മക്കൾ സനൽ, ഫെബിൻ. അളകപ്പനഗർ കാഞ്ഞൂർ പഴമ്പിള്ളി നാരായണി അമ്മ അന്തരിച്ചു. 86 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. ബാലകൃഷ്ണൻ നായരാണ് ഭർത്താവ്. ആമ്പല്ലൂർ ചിറ്റാങ്ങര അശോകൻ അന്തരിച്ചു. 74 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. ഭാര്യ ശൈല. വരന്തരപ്പള്ളി പഴയ പോസ്റ്റ് ഓഫീസിനടുത്ത് കുളച്ചാട്ടിൽ ചന്ദ്രൻ അന്തരിച്ചു. 74 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. കൊരേടത്ത് സുശീലയാണ് ഭാര്യ. സൗമ്യ, സുധീഷ് എന്നിവർ മക്കളും രതീഷ്, ശാലിനി എന്നിവർ മരുമക്കളുമാണ്. കൊടകര ചിറയത്ത് വടക്കേത്തല വർഗീസ് അന്തരിച്ചു. 70 വയസ്സായിരുന്നു. സംസ്കാരം ബുധനാഴ്ച വൈകിട്ട് 3:30 കൊടകര സെന്റ് ജോസഫ് ഫൊറോന പള്ളിയിൽ.
മേരി വർഗീസ് ആണ് ഭാര്യ. ജൂലി, ജനറ്റ്, ജിനി എന്നിവർ മക്കളും. ബിജു, ബാബു എന്നിവർ മരുമക്കളുമാണ്. മണ്ണമ്പേട്ട തെക്കേക്കര നെല്ലിശ്ശേരി ചെതലൻ റപ്പായി അന്തരിച്ചു. 88 വയസ്സായിരുന്നു. സംസ്കാരം ബുധനാഴ്ച രാവിലെ 9:30 മണ്ണമ്പേട്ട പരിശുദ്ധ അമലോത്ഭവ മാതാവിൻ പള്ളിയിൽ. പരേതയായ ലില്ലിയാണ് ഭാര്യ. ബീന, ഷാജു, പരേതനായ ബാബു എന്നിവർ മക്കളും. സീജ, ഡേവിസ്, ജോബി എന്നിവർ മരുമക്കളുമാണ്. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രചാരണ ചൂടിൽ പുതുക്കാട് മണ്ഡലം. ആവേശമായ സ്ഥാനാർത്ഥികളുടെ കൺവെൻഷനുകളും പദയാത്രകളും. മാർച്ച് 26 വരെ വിവിധ ജില്ലകളിൽ ഉയർന്ന താപനിലയ്ക്ക് സാധ്യത. ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ച് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ആളൂർ കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ ആഭിമുഖ്യത്തിൽ ലോക ക്ഷയരോഗ ദിനം ആചരിച്ചു. കൊടകര പുത്തൂക്കാവ് ദേവി ക്ഷേത്രത്തിലെ മേലേക്കാവിലുള്ള ശ്രീമൂലസ്ഥാന പുനഃപ്രതിഷ്ഠാ ചടങ്ങുകൾ മാർച്ച് 26, 27 തീയതികളിലായി നടക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. ഇതോടെ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. പുതുക്കാട് മേഖലയിലെ പ്രധാന സംഭവങ്ങളുടെ വാർത്താ ക്ലിപ്പുകളും ഡെയിലി ന്യൂസും NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. ന്യൂസ് ബുള്ളറ്റിൻ എല്ലാ ദിവസവും രാത്രി 9 മുതൽ യൂട്യൂബിൽ ലഭ്യമാണ്. വാർത്തകൾക്കും അപ്ഡേറ്റുകൾക്കും nctvnews.com എന്ന വെബ്സൈറ്റും NCTV ന്യൂസ് എന്ന ഇൻസ്റ്റഗ്രാം പേജും ഫോളോ ചെയ്യുക. പുതുക്കാട് നിയോജക മണ്ഡലം, കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പരിധികളിലെ സമഗ്ര വാർത്തകൾ അറിയാൻ NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം.